ഓക്കെ, അപ്പൊ നമ്മുടെ 18ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഉപഭോക്തൃ സംരക്ഷണം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, ഉപഭോക്തൃ സംരക്ഷണം. അതിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് എന്താണ് ഉപഭോക്തൃ സംരക്ഷണം, എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അഥവാ ഉപഭോക്തൃ സംരക്ഷണം എന്ന് വെച്ചാൽ എന്താണ്? അധാർമികമായ വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി ആവശ്യമായും കൈക്കൊള്ളേണ്ടി വന്നതോ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടി വന്നതോ ആയ നടപടികളെയാണ് ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറയുന്നത്. അതായത് ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ ആരാന്ന് അറിയാം അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉപഭോക്താവ് എന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ ഉപഭോക്താക്കളാണല്ലേ? അപ്പോ ഈ ഒരു ഉപഭോക്താക്കളെ എന്താണ് അധാർമികമായ വ്യാപാര പ്രവർത്തനം, അതായത് ധാർമ്മികമല്ലാത്ത വ്യാപാര പ്രവർത്തനം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ബിസിനസ് പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള, ചിലപ്പോഴെന്താണ് അവർക്ക് നല്ല ഇതല്ലാത്ത പ്രൊഡക്ട്സ് എന്താണ് കൊടുക്കുക, അങ്ങനെ അവരെ എന്താണ് കബളിപ്പിക്കുക. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് തെറ്റായിട്ടുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു തെറ്റായിട്ടുള്ള വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കാനായിട്ട് സ്വീകരിക്കുന്ന അവരെ സംരക്ഷിക്കാനായിട്ട് സ്വീകരിക്കുന്ന നടപടികളെയാണ് നമ്മൾ ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണയുള്ള ഇതുപോലെയുള്ള അധാർമികമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും ഓരോ ഉപഭോക്താവിനെയും സംരക്ഷിക്കാനായിട്ട് ചെയ്യുന്ന നടപടികളെ ഉപഭോക്തൃ സംരക്ഷണം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഉപഭോക്താക്കൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്? ഒന്നാമത്തത് മായം ചേർക്കലാണ് അല്ലേ? ചില ഉൽപ്പന്നങ്ങളിലൊക്കെ എന്താണ് മായം ചേർക്കുന്നുണ്ട്, അത് ഉപഭോക്താക്കൾക്ക് ഭീഷണിയാണ് അല്ലേ? അടുത്തത് കൃത്രിമ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ്. അതായത് കൃത്രിമമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ശരിയായ ഉൽപ്പന്നമല്ല, അതിൻ്റെ കൃത്രിമമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കാരണം ഉപഭോക്താക്കൾക്ക് പ്രശ്നമാവുന്നുണ്ട്. അടുത്തത് തെറ്റായ അളവുകളും തൂക്കങ്ങളുമാണ്. അതായത് അളവിൽ എന്താണ് തെറ്റ് കാണിക്കുക, അതായത് കറക്റ്റ് അല്ലാത്ത രീതിയിൽ എന്താണ് അളക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുമ്പം നമ്മൾ എന്താണ്, ഫോർ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമ്മളൊരു 500 ഗ്രാമിൻ്റെ ഒരു അര കിലോ അരി വാങ്ങാനായിട്ട് നമ്മളിപ്പം ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അല്ലേ? ചിലപ്പോൾ എന്താണ് അതിൽ നിന്ന് കുറച്ചൊക്കെ എന്താണ് അവർ തൂക്കം അറിഞ്ഞുകൊണ്ട് കുറച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, നമ്മളൊന്നും എന്താണ് അത് തൂക്കുന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് തെറ്റായ രീതിയിലുള്ള അളവുകളും തൂക്കങ്ങളും, നമ്മൾ എന്താണ് 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാൻ പോവുകയാണെങ്കിൽ അതിൽ നിന്ന് എന്താണ് കുറച്ച് അവർ കുറച്ചിട്ട് എന്താണ് നമ്മളെ അറിഞ്ഞുകൊണ്ട് എന്താണ് നമ്മളെ കബളിപ്പിക്കുക. അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ തെറ്റായ അളവുകളും തൂക്കങ്ങളും. ഓക്കെ, അടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങളാണ്. അതായത് ശരിയായ ഉൽപ്പന്നങ്ങൾ അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ, അതായത് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്താണ് തന്നിട്ട് ഉപഭോക്താക്കളെ പറ്റിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയുമാണ്. ഓക്കെ, അടുത്തത് വഴിതെറ്റിക്കുന്ന പരസ്യങ്ങൾ. ചില ഉൽപ്പന്നങ്ങളൊക്കെ എന്താണ് ക്വാളിറ്റി കുറവായിരിക്കും, പക്ഷെ അതിന്റെ പരസ്യം കണ്ടിട്ട് എന്താണ് ആൾക്കാർ അത് വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ആ പരസ്യത്തിൽ പറയുന്ന ക്വാളിറ്റി ഒന്നും ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാവണമെന്നില്ല, അതും എന്താണ് ആൾക്കാരെ കബളിപ്പിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ്. അതായത് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്താണ് വിൽറ്റിട്ട് ഉപഭോക്താക്കളെ പറ്റിക്കുക. ഇത്രയൊക്കെയാണ് ഉപഭോക്താക്കൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ. മായം ചേർക്കൽ, കൃത്രിമ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, തെറ്റായ അളവുകളും തൂക്കങ്ങളും, ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ, പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും, വഴിതെറ്റിക്കുന്ന പരസ്യങ്ങൾ, നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു ഉപഭോക്തൃ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കക്ഷികൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഉപഭോക്താവ്, വ്യാപാരികൾ, ഗവൺമെന്റ്, ഇവര് 3 പേരുമാണ് ഈ ഒരു ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കക്ഷികളായിട്ട് വരുന്നത്. ഓക്കെ, ഉപഭോക്താവ്, വ്യാപാരികള്, ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു ഉപഭോക്താവിന് സംരക്ഷണം കിട്ടണം അല്ലേ? അപ്പോൾ ഉപഭോക്താക്കളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില നിയമങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്,
കാർഷികോൽപ്പന്ന നിയമമാണ്. ഓക്കെ, 1937 ഈ ഒരു നിയമം വന്നിട്ടുള്ളത്, കാർഷികോൽപ്പന്ന നിയമം. ഓക്കെ, അടുത്തത് വ്യവസായ നിയമമാണ്. 1951 ഈ ഒരു വ്യവസായ നിയമം വന്നിട്ടുള്ളത്. അടുത്തത് മായം ചേർക്കൽ നിരോധന നിയമമാണ്. 1954 ഈ നിയമം വന്നിട്ടുള്ളത്. പിന്നെയുള്ളത് ആവശ്യ വസ്തു നിയമമാണ്. അത് 1955 വന്നിട്ടുള്ളത്. അടുത്തത് കരിഞ്ചന്ത തടയലാണ്. 1980 കരിഞ്ചന്ത തടയൽ എന്ന് പറയുന്ന നിയമം വന്നിട്ടുള്ളത്. പിന്നെയുള്ളത് ആവശ്യ സാധന പരിപാലന നിയമമാണ്. 1989 ഈ നിയമം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും നിയമങ്ങളാണ് ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു നിയമം കൂടിയുണ്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. 1986 ഈ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് പഠിക്കാനുള്ളത് വിവിധ ഉപഭോക്തൃ കോടതികളാണ്. അതായത് ഇപ്പം ഉപഭോക്താവിന് പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ പരാതിപ്പെടാം. അപ്പോൾ ഉപഭോക്താവിന് പരാതിപ്പെടാൻ പറ്റിയിട്ടുള്ള കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ. പ്രധാനമായിട്ട് 3 ഉപഭോക്തൃ കോടതികളാണുള്ളത്. ഒന്നാമത്തത് ജില്ലാതല ഉപഭോക്തൃ കോടതി, രണ്ടാമത് സംസ്ഥാനതല ഉപഭോക്തൃ കോടതി, മൂന്നാമത് ദേശീയ ഉപഭോക്തൃ കോടതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ജില്ലാതല ഉപഭോക്തൃ കോടതി എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഉൽപ്പന്നത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നഷ്ടപരിഹാരത്തിൻ്റെയോ വില 20 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജില്ലാതല ഉപഭോക്തൃ കോടതിയിൽ പരാതിപ്പെടാം. അതായത് നമ്മൾ ഇപ്പം വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു ഉൽപ്പന്നം വാങ്ങിച്ചിട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമുക്ക് എന്ത് വാങ്ങിക്കാം? നഷ്ടപരിഹാരം വാങ്ങിക്കാം അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുമ്പം ഒരു കമ്പനിയുടെ ഹെയർ ഓയിൽ നമ്മൾ വാങ്ങിച്ചു. ഹെയർ ഓയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ അത് ഉപയോഗിച്ചപ്പോൾ നമ്മളെ മുടി മുഴുവൻ എന്താണ്, കൊഴിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിന് നഷ്ടപരിഹാരം വാങ്ങിക്കാം അല്ലേ? ആ കമ്പനിക്കെതിരെയായിട്ട് നമുക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ നഷ്ടപരിഹാരം ചോദിക്കുന്ന തുക 20 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ നമുക്ക് ജില്ലാതല ഉപഭോക്തൃ കോടതിയിൽ പരാതിപ്പെടാം. ഓക്കെ, ഇനി അടുത്തത് സംസ്ഥാനതല ഉപഭോക്തൃ കോടതിയാണ്. സംസ്ഥാനതല ഉപഭോക്തൃ കോടതി എന്ന് വെച്ചാൽ നമ്മുടെ നഷ്ടപരിഹാര തുക 20 ലക്ഷത്തിൽ കൂടുകയും എന്നാൽ 1 കോടി രൂപയിൽ താഴെയോ ആണെങ്കിൽ ഈ ഒരു സംസ്ഥാനതല ഉപഭോക്തൃ കോടതിയിൽ പരാതിപ്പെടാം. ഓക്കെ, അതായത് ജില്ലാതല ഉപഭോക്തൃ കോടതിയിൽ 20 ലക്ഷം വരെയുള്ള നഷ്ടപരിഹാര തുകയുടെ കാര്യങ്ങളാണ് നമുക്ക് പരാതിപ്പെടാൻ പറ്റൂ. എന്നാൽ 20 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പരാതിപ്പെടാം? സംസ്ഥാനതല ഉപഭോക്തൃ കോടതിയിൽ പരാതിപ്പെടാം. അതായത് 20 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള നഷ്ടപരിഹാര തുക, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ആ ഒരു ഉൽപ്പന്നത്തിന്റെ വില 20 ലക്ഷത്തിന്റെ മുകളിലും 1 കോടിയിൽ താഴെയുമാണെങ്കിലും നമുക്ക് ഈ ഒരു സംസ്ഥാനതല ഉപഭോക്തൃ കോടതിയിൽ പരാതിപ്പെടാം. അതിന് പുറമെയായിട്ട് ചിലപ്പം നമ്മൾ ഈ ഒരു ജില്ലാതല ഉപഭോക്തൃ കോടതിയിൽ പരാതിപ്പെട്ടു, പക്ഷേ ആ പരാതിക്ക് എന്താണ്, ഒരു നടപടി ഉണ്ടായിട്ടില്ല, നമ്മളെ പരാതി എന്താണ്, തള്ളിപ്പോകുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സംസ്ഥാനതല ഉപഭോക്തൃ കോടതിയിൽ പരാതിപ്പെടാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് ദേശീയ ഉപഭോക്തൃ കോടതിയാണ്. ഓക്കെ, അതായത് നമ്മുടെ നഷ്ടപരിഹാര തുക 1 കോടി രൂപയ്ക്ക് മുകളിലാണ്, 1 കോടി രൂപേനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഒരു ദേശീയ ഉപഭോക്തൃ കോടതിയിൽ പരാതിപ്പെടാം. ഓക്കെ, ഇത് 3 വിവിധ തരത്തിലുള്ള ഉപഭോക്തൃ കോടതികൾ: ജില്ലാതല ഉപഭോക്തൃ കോടതി, സംസ്ഥാനതല ഉപഭോക്തൃ കോടതി, ദേശീയ ഉപഭോക്തൃ കോടതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്.